വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന പാഠം 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയത് മാർത്ത സലീനാസ് ആണ്. മാർത്ത സലീനാസ് ഈസ് എ നേറ്റീവ് ഓഫ് കൊലിംഗ, കാലിഫോർണിയ. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് വൺ ഓഫ് ദ സെവറൽ ഷോർട്ട് സ്റ്റോറീസ് സലീനാസ് ഹാസ് പബ്ലിഷ്ഡ് in journals and collections. നമുക്ക് ലെസണിലേക്ക് പോകാം. The scholarship jacket. The small Texas school that I went to had a tradition. മാർത്ത സലീനാസ് പറയുകയാണ്, The small Texas school that she went to had a tradition. അവർ പോയിക്കൊണ്ടിരുന്ന ടെക്സാസിലെ ആ ചെറിയ സ്കൂളിന് ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. ട്രഡീഷൻ മീൻസ് പാരമ്പര്യം, അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി എന്തായിരുന്നു ആ രീതി എന്ന് നോക്കാം. എവറി ഇയർ ഡ്യൂറിങ് ദ 8th grade ഗ്രാജുവേഷൻ, എല്ലാ വർഷവും 8ാം തരം കടക്കുന്ന സമയത്ത് എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ഗ്രീൻ ജാക്കറ്റ് വാസ് അവാർഡഡ് ടു ദ ക്ലാസ് വാലഡിക്ടോറിയൻ. എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ഗ്രീൻ ജാക്കറ്റ്, ഒരു ഭംഗിയുള്ള സ്വർണ്ണ നിറത്തിലും പച്ച നിറത്തിലുമുള്ള ജാക്കറ്റ്. ഇറ്റ് വാസ് അവാർഡഡ് ടു ദ ക്ലാസ് വാലഡിക്ടോറിയൻ. ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന പഠന നിലവാരം പുലർത്തിയിരുന്ന കുട്ടി. ആ കുട്ടിക്ക് വാലഡിക്ടോറിയൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന പഠന നിലവാരം പുലർത്തുന്ന കുട്ടിയാണ് ഇവിടെ വാലഡിക്ടോറിയൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടിക്ക് ഒരു ഗോൾഡ് ഗ്രീൻ കളറിലുള്ള സ്കോളർഷിപ്പ് ജാക്കറ്റ് നൽകുമായിരുന്നു. ഇറ്റ് ഈസ് അവാർഡഡ് ടു ദി ക്ലാസ് വാലഡിക്ടോറിയൻ. ദ സ്റ്റുഡൻറ്റ് ഹു ഹാഡ് മെയിൻറ്റെയിൻ ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years. ക്ലാസ്സിൽ മാത്രമല്ല, കഴിഞ്ഞ 8 വർഷമായി ഏറ്റവും ഉയർന്ന പഠന നിലവാരം പുലർത്തിയിരുന്ന വിദ്യാർത്ഥിക്കാണ് നൽകിയിരുന്നത്. ദ സ്റ്റുഡൻറ്റ് ഹു ഹാഡ് മെയിൻറ്റെയിൻഡ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഹാഡ് എ ബിഗ് എസ് ഓൺ ദ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡ് ആൻഡ് യുവർ നെയിം റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഒരു വലിയ എസ് മുൻഭാഗത്ത് ഇടതുവശത്തുണ്ടായിരിക്കും. അതുപോലെ കുട്ടിയുടെ പേര് സ്വർണ്ണ നിറത്തിലുള്ള അക്ഷരങ്ങളാൽ പോക്കറ്റിൽ എഴുതിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റാണ് 8ാം തരത്തിൽ നല്ല നിലവാരത്തിൽ പാസ്സാകുന്ന കുട്ടിക്ക് കൊടുക്കുന്നത്. 8ാം തരത്തിൽ മാത്രം പോരാ, കഴിഞ്ഞ 8 വർഷമായി പഠനത്തിൽ നല്ല ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന കുട്ടിക്കാണിത് കൊടുക്കുക. മൈ ഓൾഡസ്റ്റ് സിസ്റ്റർ, എൻ്റെ ഏറ്റവും മുതിർന്ന സഹോദരിക്ക് റോസി ഹാഡ് വൺ ദ ജാക്കറ്റ് എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് റോസിക്ക് ഈ ജാക്കറ്റ് ലഭിച്ചിരുന്നു. അവരത് നേടിയിരുന്നു. ഹാഡ് വൺ ദി ജാക്കറ്റ് എ ഫ്യൂ ഇയേഴ്സ് ബാക്ക് ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ് ടു ഓൾസോ. ഞാനും അത് പ്രതീക്ഷിച്ചിരുന്നു. എക്സ്പെക്റ്റഡ് മീൻസ് പ്രതീക്ഷിക്കുക. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ് ടു ഓൾസോ, ഞാനും അത് പ്രതീക്ഷിച്ചിരുന്നു. ഐ വാസ് 14 in the 8th grade. 8ാം തരം പഠിക്കുമ്പോൾ എനിക്ക് 14 വയസ്സുണ്ട്. ഐ ഹാഡ് ബീൻ എ സ്ട്രെയിറ്റ് എ സ്റ്റുഡൻറ്റ് സിൻസ് ദ ഫസ്റ്റ് ഗ്രേഡ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഞാൻ എസ്റ്റ് ഗ്രേഡ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. നല്ല പഠന നിലവാരം പുലർത്തുന്ന കുട്ടിയാണ്. ആൻഡ് ദിസ് ലാസ്റ്റ് ഇയർ ഹാഡ് ലുക്ക്ഡ് ഫോർവേഡ് വെരി മച്ച് ടു ഓവിങ് ദാറ്റ് ജാക്കറ്റ്. ആ ജാക്കറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ആൻഡ് ഹാഡ് ലുക്ക്ഡ് ഫോർവേഡ് വെരി മച്ച്. ഞാൻ വളരെയധികം അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഓണിങ് ദാറ്റ് ജാക്കറ്റ്, ആ ജാക്കറ്റ് നേടിയെടുക്കുന്നതിൽ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. മൈ ഫാദർ വാസ് എ ഫാം ലേബറർ. എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ഫാം ലേബററാണ്, ഫാമിൽ കൂലിപ്പണി എടുക്കുന്ന ആളാണ്. ഹൂ കുഡ് നോട്ട് ഏൺ ഇനഫ് മണി ടു ഫീഡ് 8 children. അദ്ദേഹത്തിന് തൻ്റെ 8 മക്കളെ പോറ്റിക്കൊണ്ടു പോകാനുള്ള പണം ലഭിച്ചിരുന്നില്ല. ഹൂ കുഡ് നോട്ട് ഏൺ ഇനഫ് മണി ടു ഫീഡ് 8 children. 8 കുട്ടികളെ പോറ്റുവാനുള്ള പണം അദ്ദേഹത്തിന് ഈ കൂലിപ്പണിയോടെ ലഭിച്ചിരുന്നില്ല. സോ when I was 6, അതുകൊണ്ട് എനിക്ക് 6 വയസ്സായപ്പം ഐ വാസ് ഗിവൺ ടു മൈ ഗ്രാൻഡ് പാരൻസ് ടു റൈസ്. എന്നെ എൻ്റെ വല്യച്ഛന് കൊടുത്തു. വല്യച്ഛനും വല്യമ്മയ്ക്കും ഗ്രാൻഡ് പാരൻസിന് കൊടുത്തു. ടു റൈസ്, വളർത്തിക്കൊണ്ട് വരാനായിട്ട്.
വി കുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് അറ്റ് സ്കൂൾ. സ്കൂളിൽ ഞങ്ങൾക്ക് സ്പോർട്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം there were രജിസ്ട്രേഷൻ ഫീസ്. അന്നതിനൊക്കെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. സ്പോർട്സിൽ പങ്കെടുക്കുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം. യൂണിഫോം കോസ്റ്റ് ഉണ്ട്, അതിന് യൂണിഫോം ഉണ്ട്, അതിന് വിലയുണ്ട്. ട്രിപ്സ് ഔട്ട് ഓഫ് ടൗണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് ചിലവുണ്ട്. സോ ഈവൻ ദോ അവർ ഫാമിലി വാസ് ക്വൈറ്റ് എ ജയിൽ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം നല്ല ജയിലാണ്, നല്ല ചുറിയുറുക്കുള്ളവരാണ്. ആൻഡ് അത്ലറ്റിക്, നല്ല കായിക ശേഷിയുള്ളവരാണ്. ദർ വുഡ് നെവർ ബി എ സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഫോർ എസ്. അതുകൊണ്ട് എന്നാലും ദർ വുഡ് നെവർ ബി എ സ്കൂൾ ജാക്കറ്റ് ഫോർ എസ്. ഞങ്ങൾക്കൊരു സ്കൂൾ ജാക്കറ്റ്, സ്പോർട്സ് ജാക്കറ്റ് കിട്ടിയിരുന്നില്ല. സ്കൂളിൽ നിന്നൊരു സ്പോർട്സ് ജാക്കറ്റ് അണിയാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം അത് ചിലവേറിയതാണ്. ദിസ് വൺ, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് അവർ ഉള്ളി ചാൻസ്. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ചാൻസ്. കാരണം സ്പോർട്സ് ജാക്കറ്റ് ഒരിക്കലും നേടിയെടുക്കാനുള്ള കഴിവ് അവർക്കില്ലായിരുന്നു. അതിൻ്റെ ചിലവുകൾ വഹിക്കാനാവില്ലായിരുന്നു, സ്പോർട്സിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ. ഇൻ മെയ്, ക്ലോസ് ടു ഗ്രാജുവേഷൻ, മെയ് മാസത്തിൽ ഗ്രാജുവേഷൻ നടക്കാൻ തീരുന്ന സമയത്ത് സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ. സാധാരണ പോലെ സ്പ്രിംഗ് ഫീവർ വന്നു. വിത്ത് വെഞ്ചൻസ്, എല്ലാ പകയോടും കൂടി. വെഞ്ചൻസ് മീൻസ് പക. എല്ലാ പകയോടും കൂടിയ സ്പ്രിംഗ് ഫീവർ വന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന അസുഖങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പനിയൊക്കെ, അതാണ് ഇവിടെ സ്പ്രിംഗ് ഫീവർ എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വന്ന സമയത്ത്, എല്ലാവർക്കും പനിയൊക്കെ വന്ന സമയത്ത് നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. ആ സമയത്ത് ക്ലാസ്സിലൊന്നും ആരും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇൻസ്റ്റഡ്, പകരം വി സ്റ്റെയർഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഞങ്ങൾ ജനലിലൂടെ പുറത്തേക്ക് ഇരുന്നു. ആൻഡ് ടീച്ചർ, ഇടയ്ക്ക് ഞങ്ങൾ അന്യോന്യം നോക്കും. വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂൾ. എന്തായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്? വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് ദ സ്കൂൾ. സ്കൂളിൻ്റെ അവസാന ദിവസങ്ങൾ, അവസാന ആഴ്ചകൾ എങ്ങനെയെങ്കിലും വേഗത്തിൽ കടന്നു പോകണം. അതായിരുന്നു ഇവരുടെ ആഗ്രഹം. ഐ ഡെസ്പെയർഡ് എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. കണ്ണാടി നോക്കുമ്പോൾ എനിക്കൊരു ഡെസ്പറേഷൻ തോന്നും. ഐ ഡെസ്പെയർഡ് എവറി ടൈം, ഞാൻ എപ്പോഴും നൈരാശ്യത്തിലായി. വെൻ ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ, കണ്ണാടി നോക്കുമ്പോൾ. എന്തായിരിക്കും കാര്യം? പെൻസിൽ ടിൻ, ഞാൻ ഒരു പെൻസിൽ പോലെ മെലിഞ്ഞയാളാണ്. നോട്ട് എ കർവ് എനിവെയർ, ബോഡി ശരീരത്തിൽ വളവുകളൊന്നുമില്ല. നോട്ട് എ കർവ് എനിവെയർ, ശരീരത്തിൽ പ്രത്യേക ഷേപ്പില്ല. ഐ വാസ് കോൾഡ് ബീൻ പോൾ, എന്നെ വിളിക്കുന്നത് ബീൻ പോൾ എന്ന. ഓർ എ സ്ട്രിങ് ബീൻ, അല്ലെങ്കിൽ സ്ട്രിങ് ബീൻ എന്ന് വിളിക്കുക. എന്താ ബീൻ പോള്? പയറൊക്കെ കൃഷി ചെയ്യുന്ന പാടത്ത് കുത്തി നാട്ടി വെക്കുന്ന, പയർ കുത്തിന് വേണ്ടി താങ്ങ് വെക്കുന്ന കമ്പ്, അതാണ് ഈ ബീൻ പോൾ. ഓർ സ്ട്രിങ് ബീൻ എന്ന് പറയും. എന്താ സ്ട്രിങ് ബീൻ? നല്ല നീളമുള്ള പയർ, അതിനാണ് സ്ട്രിങ് ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബീൻ എന്നാണ് വിളിക്കുക. ഒന്നുകിൽ പയറുവള്ളി എന്ന് വിളിക്കും, അല്ലെങ്കിൽ പയറിന് കുത്തി നാട്ടുന്ന കമ്പെന്ന് വിളിക്കും. ആൻഡ് ഐ ന്യൂ ദാറ്റ് ഐ വാസ് വാട്ട് ഐ ലുക്ക് ലൈക്ക്. എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. വാട്ട് ഐ ലുക്ക് ലൈക്ക്, ഞാനൊരു കമ്പ് പോലെ തന്നെ ഇരിക്കുക. ദാറ്റ് റിയലി വാസ് നോട്ട് മച്ച് ഫോർ എ 14-year-old ടു വർക്ക് വിത്ത്. ദാറ്റ് റിയലി വാസ് നോട്ട് മച്ച് ഫോർ എ 14-year-old ടു വർക്ക് വിത്ത്. അത് അത്രമാത്രം നല്ലൊരു കാര്യമല്ല. റിയലി വാസ് നോട്ട് മച്ച് ഫോർ എ 14-year-old ടു വർക്ക് വിത്ത്. 14 വയസ്സുള്ള എനിക്കത്ര അഭികാമ്യമല്ല ഈ പറയുന്ന പെൻസിൽ മാർക്ക് ബോഡി. I thought I was absent-mindedly wandered from my history class to the gym. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. ഞാൻ ആബ്സെൻറ്റ് മൈൻഡായിട്ട് വാണ്ടേഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ദി ജിമ്മിലേക്ക് പോകുന്ന സമയത്ത്, ഹിസ്റ്ററി ക്ലാസ്സിൽ ജിമ്മിലേക്ക് പോകുന്ന വഴി ഇതൊക്കെ ഓർത്താണ് ഞാൻ പോയത്. എന്താ ഓർത്തത്? അനദർ അവർ ഓഫ് സെറ്റിംഗ് ഇൻ ബാസ്കറ്റ് ബോൾ ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക് ലെഗ്സ് വാസ് കമ്മിങ്. നാളെ വരാൻ പോവാണ്, അനദർ അവർ വരുന്നു, അത് അടുത്ത മണിക്കൂർ വരിക. സെറ്റിംഗ് ഇൻ ബാസ്കറ്റ് ബോൾ കളിക്കണം, നല്ല പൊക്കമുണ്ട്, വള്ളി പോലെ ഇരിക്കുന്നത്. ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക് ലെഗ്സ് വാസ് കമ്മിങ്. എൻ്റെ ഈർക്കിൽ കാലൊക്കെ ഇങ്ങനെ നീട്ടി ആൾക്കാരെ കാണിക്കാനുള്ള അവസരമാണ് വരുന്നതെന്ന് ഓർത്തുപോയി. ദെൻ ഐ റിമെമ്പേർഡ് മൈ PE. ഞാൻ പെട്ടെന്ന് എൻ്റെ PE ഷോർട്സിനെ പറ്റി ഓർത്തു. ഈ പറയുന്ന ഫിസിക്കൽ എക്സസൈസ് സമയത്ത് ധരിക്കുന്ന ഷോർട്സാണത്. വെർ സ്റ്റിൽ ഇൻ എ ബാഗ് അണ്ടർ മൈ ഡെസ്ക്. അതിപ്പോഴും
ഡെസ്കിൽ തന്നെ ഇരിക്കുകയാണ്, ഡെസ്കിൻ്റെ അടിയിലിരിക്കുക, അത് എടുത്തിട്ടില്ല. വെർ ഐ ഹാഡ് ഫൊർഗട്ടൺ ദം, ഞാനത് എടുക്കാൻ മറന്നിരുന്നു. ഐ ഹാഡ് ടു വാക്ക് ഓൾ ദ വേ ബാക്ക്, എനിക്കിത് തിരികെ പോകണം, നടന്നു വന്ന അത്രയും സമയം തിരികെ നടക്കണം. ആൻഡ് ഗെറ്റ് ദം, അതിൽ നിന്ന് എടുക്കണം. കോച്ച് തോംസൺ വാസ് റിയൽ ബെയർ ഇഫ് സമ്മൺ വുഡ് നോട്ട് ഡ്രസ് ഫോർ PE. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഒരു കരടിയെ പോലെയാണ്, ഇത് കണ്ടില്ലെങ്കിൽ അങ്ങനെ ഓടിക്കും, അതാ കാര്യം. ഹി വാസ് എ റിയൽ ബെയർ ഇഫ് സമ്മൺ വാസ് നോട്ട് ഡ്രസ്ഡ് ഇൻ PE. ഈ ഫിസിക്കൽ എക്സസൈസ് സമയത്തുള്ള, ഫിസിക്കൽ എഡ്യൂക്കേഷൻ സമയത്തുള്ള ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളോട് വഴക്ക് പറയും, അല്ലെങ്കിൽ ശകാരിക്കും നന്നായിട്ട്. അതിന് പിള്ളേരെ വിളിക്കുന്ന ഒരു ബെയറെന്നായിരിക്കും വിളിക്കുന്നത്, ഒരു കരടി. ഷീ ഹാഡ് സെഡ് ഐ വാസ് ഗുഡ് ഫോർവേഡ്, അദ്ദേഹം പറഞ്ഞിട്ട് ഷീ ഹാഡ് സെഡ് ദാറ്റ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ് ആൻഡ് ഈവൻ ട്രൈ ടു ടോക്ക് ഗ്രാൻഡ്മാ ഇൻ ടു ലെറ്റിംഗ് മീ ജോയിൻ ദ ടീം വൺസ്. ഒരിക്കൽ ആ ടീമിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഗ്രാൻഡ്മയോട് അവർ പറഞ്ഞിരുന്നു. ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ, തീർച്ചയായിട്ടും ഗ്രാൻഡ്മ നോ എന്നാ പറഞ്ഞത്. ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് മൈ ക്ലാസ് റൂം, ഞാനിപ്പോൾ ക്ലാസ് റൂമിലേക്ക് അങ്ങോട്ട് ചെന്ന് കയറാൻ പോകുന്ന സമയത്ത് ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് ടു മൈ ക്ലാസ് റൂം, ക്ലാസ് റൂമിലോട്ട് കയറിയില്ല, ഓൾമോസ്റ്റ് ബാക്ക് ടു മൈ ക്ലാസ് റൂം, ക്ലാസ് റൂമിലേക്ക് കിടക്കാൻ പോകുന്ന നേരത്ത് ക്ലാസ് റൂം ഡോറിൻ്റെ അവിടെ ചെന്നപ്പം when I heard voices raised in anger, അപ്പം ഞാൻ കേട്ടു ദേഷ്യത്തോടെ പറയുന്ന ചില വാക്കുകൾ. ആസ് ഇഫ് ഇൻ സം സോർട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്, എന്തോ ഒരു വാദപ്രതിവാദം നടക്കുന്നു. ആർഗ്യുമെൻറ്റ്സ് മീൻസ് വാദപ്രതിവാദം, വാഗ്വാദം. ഐ സ്റ്റോപ്ഡ്, ഞാൻ നിന്നു. ക്ലാസ് റൂമിൻ്റെ വാദക്കുവരെ എന്നപ്പം അകത്ത് വാദപ്രതിവാദം നടക്കുന്ന കേട്ട് കുട്ടി അങ്ങ് നിന്നു. ഐ ഡിഡ് നോട്ട് മീൻ ടു ഈവ് സ്ട്രോപ്പ്, എനിക്കങ്ങനെ മറിഞ്ഞ് നിന്ന് കേൾക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നില്ല. ഈവ് സ്ട്രോപ്പ് മീൻസ് ഓവർ ഹിയർ ചെയ്യുക. ഐ ഡിഡ് നോട്ട് മീൻ ടു ഈവ് സ്ട്രോപ്പ്. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ് നോട്ട് നോവിങ് വാട്ട് ടു ഡു. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ്, ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങ് അനങ്ങാതെ നിന്നു. അകത്തേക്ക് കയറാൻ തോന്നിയില്ല. നോട്ട് നോവിങ് വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നറിയാമില്ലാതെ അനങ്ങാതെ അങ്ങ് നിന്നു. ഐ നീഡഡ് ദോസ് ഷോർട്ട്സ്, എനിക്ക് ആ ഷോർട്ട്സൊക്കെ വേണം. ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്, ഞാനിതാ താമസിക്കാൻ പോവുകയാണ്, ഇത് വേഗത്തിൽ എടുത്തുകൊണ്ട് ചെയ്യണം, ഇല്ല താമസിച്ചു. ബട്ട് ഐ ഡിഡ് നോട്ട് വോണ്ട് ടു ഇൻട്രപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്, പക്ഷേ എൻ്റെ ടീച്ചേഴ്സ് തമ്മിലുള്ള വാദപ്രതിവാദത്തിൻ്റെ ഇടയ്ക്ക് കയറാൻ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കുട്ടിക്ക് ആഗ്രഹമില്ല. ബട്ട് ഐ ഡിഡ് നോട്ട് വോണ്ട് ടു ഇൻട്രപ്റ്റ്, എനിക്കങ്ങനെ കടന്നു കയറാൻ ഇഷ്ടമില്ല. എപ്പോഴാണ് ബിറ്റ്വീൻ ദ ആർഗ്യുമെൻറ്റിൻ്റെ ഇടയ്ക്ക് എന്ന് കയറാൻ അവർക്ക് ഇഷ്ടമില്ല. ഐ റെക്കഗ്നൈസ് ദ വോയിസ്, ഞാൻ വാക്കുകളൊക്കെ അവരുടെ സൗണ്ട് മനസ്സിലായി. ഐ റെക്കഗ്നൈസ് ദ വോയിസസ്, അവരുടെ സൗണ്ടിലൂടെ ആളാരെന്ന് മനസ്സിലായി. മിസ്റ്റർ സ്മിത്ത്, മൈ ഹിസ്റ്ററി ടീച്ചർ, സ്മിത്ത് ഉണ്ട്, അദ്ദേഹം ഹിസ്റ്ററി ടീച്ചറാണ്. ആൻഡ് ബ്രൂണി ഉണ്ട്, മൈ മാത്സ് ടീച്ചർ. ഇവർ തമ്മിലായി തർക്കം. ദേ സീം ടു ബി ആർഗ്യൂവിങ് അബൌട്ട് മീ, അവരെന്നെപ്പറ്റി പറഞ്ഞാണ് തർക്കിക്കുന്നത്. ഐ കുഡ് നോട്ട് ബിലീവ് ഇറ്റ്, എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക് that rooted me fast against the wall. I still remember the feeling of shock. എന്നിലൊരു ഷോക്കായിപ്പോയത്. That rooted me flat against the wall. ഞാൻ ഭിത്തിയിലോട്ട് ചാരി അങ്ങ് നിന്നു അത് കേട്ടപ്പോൾ. And rooted me flat against the wall. ഭിത്തിയിലോട്ട് ഞാൻ ചേർന്ന് നിന്നു. As if I were trying to blend with the graffiti written there. ഭിത്തിയിൽ എഴുതിയ അൺഓതറൈസ്ഡ് റൈറ്റിങ്സിനോട് ചേർന്ന് അങ്ങ് നിന്നു. അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് പോലെ ഭിത്തിയിൽ കുട്ടികൾ എന്തൊക്കെ എഴുതും എന്നോട് ചേർന്ന് അങ്ങ് നിന്നു. ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഹു ഹെർ ഫാദർ ഈസ്. ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. ഒരാൾ പറയുകയാണ് എനിക്കിത് ചെയ്യാനാവില്ല. ഐ ഡോണ്ട് കെയർ ഹു ഹെർ ഫാദർ ഈസ്. അവളുടെ അച്ഛൻ ആരായിരുന്നാലും എനിക്കത് പ്രശ്നമല്ല. ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ്. അവളുടെ ഗ്രേഡ് മാർത്താസിൻ്റെ ഗ്രേഡിനോട് കമ്പയർ ചെയ്യാൻ പോലുമേ ആവില്ല. ഐ വോണ്ട് ലൈ, ഞാൻ കള്ളം പറയില്ല. ഓർ ഫോൾസിഫൈ റെക്കോർഡ്സ്, അല്ല റെക്കോർഡ്സ് ഞാൻ തിരുത്തില്ല. മാർത്ത ഹാസ് എ സ്ട്രെയിറ്റ് A+ ആവറേജ് ആൻഡ് യു നോ ഇറ്റ്. മാർത്താസിന് എപ്പോഴും A+ ആവറേജ് ഉണ്ട് ഈ കഴിഞ്ഞു വന്ന ക്ലാസ്സുകളിലൊക്കെ. ദാറ്റ് വാസ് മിസ്റ്റർ സ്മിത്ത്, ആൻഡ് അതാണ് സ്മിത്ത്. ആൻഡ് ഹീ സൗണ്ടഡ് വെരി ആംഗ്രി. പറയുന്നത് കേട്ടോ നല്ല ദേഷ്യത്തിലാണ് പറയുന്നത്. ബൂണീസ് വോയിസ് സൗണ്ടഡ് കാം. ബൂണിയുടെ വോയിസ് ആണെങ്കിലോ
വളരെ കാമാണ്. അദ്ദേഹം വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്. മിസ്റ്റർ ബോണീസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. ബോണിയുടെ വാക്കുകൾ വളരെ ശാന്തവും കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു, വളരെ ശാന്തമായിരുന്നു. ലുക്ക്, ജോവാൻസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്. ജോവാൻസ് ഫാദർ എന്ന് പറയുന്നത് ബോർഡിലുണ്ടെന്നുള്ള മാത്രം, സ്കൂളിൻ്റെ ബോർഡംഗമാണെന്ന് മാത്രമല്ല, ഹി ഓൺസ് ദ ഒൺലി സ്റ്റോർ ഇൻ ടൗൺ. അദ്ദേഹമാണ് ടൗണിലെ ആകെയുള്ള ഒരു സ്റ്റോറിൻ്റെ ഉടമയും. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ. നമുക്ക് പറയാൻ കഴിയും നമ്മളുള്ള വളരെ ഒരു ക്ലോസ് ടൈ ആണ്, വളരെ അടുപ്പമുള്ളതാണ്. ആൻഡ് അദ്ദേഹം പറഞ്ഞു, ഈ ജോവാൻ്റെ അച്ഛനെ ബോർഡംഗമാണ്, സ്കൂളിലെ ബോർഡംഗാണ്. അദ്ദേഹത്തിന് ഹി ഓൺസ് ദ ഒൺലി സ്റ്റോർ ഇൻ ദ ടൗൺ. ടൗണിലെ ഒരേ ഒരു സ്റ്റോർ അദ്ദേഹത്തിൻ്റെതാണ്. വി കുഡ് സേ ദാറ്റ് ഇറ്റ് വാസ് എ ക്ലോസ് ടൈ. അത് നമ്മളോടുള്ള അടുത്തൊരു ബന്ധമാണ്. ആൻഡ് ദ പൗണ്ടിങ് ഓഫ് മൈ ഇയേഴ്സ് ഡ്രോൺഡ് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്. എൻ്റെ ഹൃദയം, ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ്, എൻ്റെ ശബ്ദം എൻ്റെ ചെവിയിലേക്ക് അടിച്ചു കയറി. ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് ഡ്രോൺഡ് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്. ബാക്കി വാക്കുകൾ എനിക്ക് കേൾക്കാനായില്ല, കാരണം ഞാനങ്ങ് വിഷമിച്ചു പോയിരുന്നു. ഒൺലി എ വേർഡ് ഹിയർ ആൻഡ് ദെയർ ഫിൽറ്റേർഡ് ത്രൂ. ഇതിൻ്റെ ഇടയിലൂടെ ഒന്നോ രണ്ടോ വാക്കുകൾ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഞാനങ്ങ് മരവിച്ചു പോയിരുന്നില്ല, വിഷമിച്ചു പോയിരുന്നില്ല. മാർത്ത ഈസ് എ മെക്സിക്കൻ റിസൈൻ. മാർത്ത മെക്സിക്കനാണ് ഇത് പറയുന്നത് കേട്ടു. അതിൻ്റെ ഇടയ്ക്ക് വാക്കുകളാണ് ഇത് കേൾക്കുന്നത്. മാർത്ത ഈസ് മെക്സിക്കൻ റിസൈൻ വോണ്ട് ഡു ഇറ്റ്. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. മിസ്റ്റർ സ്മിത്ത് കെയിം റഷിങ് ഔട്ട്. പെട്ടെന്ന് കണ്ടു മിസ്റ്റർ സ്മിത്ത് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി വരികയാണ്. റഷിങ് ഔട്ട്, പെട്ടെന്ന് കടന്നു വന്നു. ആൻഡ് ലക്ലി ഫോർ മീ, ഭാഗ്യത്തിന്, വെൻ ഡൗൺ ഓപ്പോസിറ്റ് വേസ് ടുവേഴ്സ് ദ ഓഡിറ്റോറിയം. ഞാൻ നിൽക്കുന്നതിൻ്റെ എതിർവശത്ത് ഭാഗത്തേക്ക് അദ്ദേഹം വേഗത്തിലങ്ങ് പോയി. ടുവേഴ്സ് ദ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തിലേക്ക്. സോ ഹി ഡിഡ് നോട്ട് സീ മീ. അതുകൊണ്ട് അദ്ദേഹം എന്നെ കണ്ടില്ല. ഭാഗ്യത്തിന് എന്നെ കണ്ടില്ല. ഞാൻ നിൽക്കുന്ന ഭാഗത്തിൻ്റെ എതിർവശത്തേക്ക് അദ്ദേഹം ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തേക്കാണ് റഷ് ചെയ്ത് പോയത്, വളരെ വേഗത്തിൽ കടന്നു പോയത്. ഷെയ്ക്കിങ്, വിറച്ചുകൊണ്ട്. ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ്സ്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. ആൻഡ് ദെൻ വെൻറ്റ് ഇൻ. എന്നിട്ട് പിന്നെ അകത്തേക്ക് ചെന്നു. ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ്. ഞാൻ എൻ്റെ ബാഗ് എടുത്തു. എൻ്റെ ബാഗ് ഞാൻ വളരെ വേഗത്തിൽ എടുത്തു. ആൻഡ് ഫ്ലഡ് ഫ്രം ദ റൂം. റൂമിൽ നോടി. മിസ്റ്റർ ബോണി ലുക്ഡ് അപ്പ്. ബോണി നോക്കി. ആൻഡ് വെൻ ഐ കെയിം ഇൻ, ഞാൻ അകത്തേക്ക് വന്നപ്പോഴേ, ബട്ട് ഡിഡ് നോട്ട് സേ എനിത്തിങ് ടു ദിസ് ഡേ. ഇന്ന് വരെ ഒരു കാര്യവും പറഞ്ഞില്ല. ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഗോ ഇൻ ട്രബിൾ ഇൻ PE. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഫോർ ബീയിങ് ലേറ്റ്, എന്തിനാണ് താമസിച്ചതെന്ന്. ഓർ ഹൗ ഐ മെയ്ഡ് ഇറ്റ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദി ആഫ്റ്റർനൂൺ. അന്ന് വൈകുന്നേരം എങ്ങനെ കടന്നു പോയെന്ന് എനിക്കറിയില്ല. ഐ വെൻ ഹോം വെരി സാഡ്. ഞാൻ വീട്ടിലേക്ക് വളരെ വേദനിച്ചാണ് പോയത്. വളരെ ദുഃഖിച്ചാണ് പോയത്. ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലു. ഞാൻ എൻ്റെ തലയണയിൽ മുഖം അമർത്തി കരഞ്ഞു. ഐ ക്രൈഡ് ഇൻ ടു മൈ പില്ലു ദാറ്റ് നൈറ്റ്. സോ ഗ്രാൻഡ് മദർ വുഡ് നോട്ട് ഹിയർ മീ. ഞാനങ്ങനെ തലയിണയിൽ മുഖം ചേർത്ത് കരഞ്ഞതുകൊണ്ട് ഗ്രാൻഡ് മദർ ഞാൻ കരയുന്നത് കേട്ടില്ല. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ്. അതൊരു ക്രൂവൽ കോയിൻസിഡൻസ് ആയിപ്പോയി. അവിചാരിതമായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കോയിൻസിഡൻസ് മീൻസ് അവിചാരിത സംഭവം. രണ്ട് സംഭവങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ് കോയിൻസിഡൻസ്. അവിചാരിതമായി നടക്കുന്നൊരു കാര്യം. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ്. അത് ക്രൂരമായൊരു കോയിൻസിഡൻസ് ആയിപ്പോയി. ദാറ്റ് ഐ ഹാഡ് ഓവർഹാഡ് ദാറ്റ് കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ കേട്ടതേ, അങ്ങനെ ഓവർ ഹിയർ ചെയ്തത്, അവിചാരിതമായിട്ട് കേട്ടത്, അതൊരു ക്രൂവലായിരിക്കുന്ന കോയിൻസിഡൻസാണ്. ദ നെക്സ്റ്റ് ഡേ വെൻ ദ പ്രിൻസിപ്പൽ കോൾഡ് മീ ഇൻ ടു ഹിസ് ഓഫീസ്. അടുത്ത ദിവസം പ്രിൻസിപ്പൽ എന്നെ ഓഫീസിലേക്ക് വിളിച്ചപ്പം ഐ ന്യൂ വാട്ട് ഇറ്റ് വുഡ് ബി അബൌട്ട്. അതെന്തിനെപ്പറ്റി പറയാനാണെന്ന് എനിക്ക് തോന്നി, എനിക്കറിയാമായിരുന്നു. ഐ ന്യൂ വാട്ട് ഇറ്റ് വുഡ് ബി അബൌട്ട്. എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഹേ ലുക്ക്ഡ് അൺകംഫർട്ടബിൾ. അദ്ദേഹം അൺകംഫർട്ടബിളായിട്ട് തോന്നിച്ചു. ഈ കാര്യം പറയുന്നതിന് ഇച്ചിരി വിഷമമുള്ള കാര്യം. അതുകൊണ്ട് ഹേ ലുക്ക്ഡ് അൺകംഫർട്ടബിൾ. അദ്ദേഹത്തെ അൺകംഫർട്ടബിളായിട്ടാണ് തോന്നിയത്. അദ്ദേഹം നിൽക്കുന്ന ആൻഡ് അൺഹാപ്പി. പറയുന്ന കാര്യം അത്ര ഹാപ്പിയുള്ളതല്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിനും അൺഹാപ്പിനെസ് തോന്നിയിരുന്നു. ഐ ഡിസൈഡഡ് ഐ വാസ് നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് എനി ഈസിയർ ഫോർ ഹിം.
ഞാൻ തീരുമാനിച്ചു. ഐ വാസ് നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് എൻ ഈസിയർ ഫോർ ഹിം. അത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ കടന്നു പോകാൻ അനുവദിക്കില്ല എന്നും എൻ്റെ മനസ്സിലുണ്ടായി. സോ ഐ ലുക്ക്ഡ് ഹെം സ്ട്രൈറ്റ് ഇൻ ദ ഐസ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് നോക്കി. ഹി ലുക്ക്ഡ് അവേ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നേരിടാൻ കഴിഞ്ഞില്ല, കാരണം ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തെ അറിയാം. ഹി ലുക്ക്ഡ് അവേ. അദ്ദേഹം അകലേക്ക് നോക്കി. ആൻഡ് ഫിഡ്ജറ്റഡ് വിത്ത് പേപ്പേഴ്സ് ഓൺ ഹിസ് ഡെസ്ക്. ഡെസ്കിലുണ്ടായിരുന്ന പേപ്പറുകൾ ഇങ്ങനെ ഓരോന്ന് തിരിച്ചും മറിച്ചു വരുന്നു. ഫിഡ്ജറ്റഡ് വിത്ത് പേപ്പേഴ്സ് ഇൻ ദ ഡെസ്കിലുണ്ടായിരുന്ന പേപ്പേഴ്സ് എടുത്ത് തിരിച്ചും മറിച്ചും ചെയ്തുകൊണ്ടിരുന്നു, ഒന്ന് മാറ്റിക്കൊണ്ടിരുന്നു. കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള മാനസിക ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ അലോസരപ്പെട്ട് ബുക്കുകളൊക്കെ തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. മാർത്ത ഹേ സെഡ്. അദ്ദേഹം പറഞ്ഞു, മാർത്ത, there's been a change in policy this year. ഈ വർഷം നമ്മുടെ ഈ നയത്തിനൊരു ചെറിയ മാറ്റമുണ്ട് കേട്ടോ. റിഗാർഡിങ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. എന്തിനെ പറ്റിയാണെന്നോ? സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റി. ആസ് യു നോ, നിനക്കറിയാമല്ലോ, ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ. ഇതുവരെ അത് ഓൾവേസ് ബീൻ ഫ്രീ, അത് ഫ്രീ ആയിരുന്നു കേട്ടോ, 5 പൈസ കൊടുക്കണ്ടായിരുന്നു. ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട്. അദ്ദേഹം തൻ്റെ തൊണ്ടയിൽ ക്ലിയർ ചെയ്തു. ആൻഡ് കണ്ടിന്യൂഡ്. എന്നിട്ട് തുടർന്നു. അദ്ദേഹം തൻ്റെ തൊണ്ട ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു, ദിസ് ഇയർ ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15. ഇപ്പോൾ ഈ വർഷം തൊട്ടേ ഈ ഇതിന് $15 ചാർജ് ചെയ്യാൻ ബോർഡ് അങ്ങ് തീരുമാനിച്ചു. ദിസ് ഇയർ, ഈ വർഷം, ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15. ഇതിന് $15 കൊടുക്കാൻ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു. വിച്ച് സ്റ്റിൽ വോണ്ട് കവർ കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ദ ജാക്കറ്റ്. ഇതുകൊണ്ട് തന്നെ ആ ജാക്കറ്റിൻ്റെ കംപ്ലീറ്റ് വില ചാർജ് ചെയ്യാനാവുന്നില്ല. $15 അല്ല അതിൻ്റെ വില. എങ്കിലും $15 ചാർജ് ചെയ്യാൻ ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചു. ഐ സ്റ്റെയർഡ് അറ്റ് ഹിം ഇൻ ഷോക്ക്. ഞാനങ്ങ് ഒരു ഷോക്ക് ഏറ്റതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് എന്നെ കണ്ണുകളിലേക്ക് സ്റ്റെയർ ചെയ്തു. ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ എസ്കേപ്ഡ് ഫ്രം മൈ തോട്ട്സ്. നൈരാശ്യത്തിൻ്റെ ഒരു ചെറിയ സൗണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു. ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ എസ്കേപ്ഡ് മൈ ത്രോട്ട്. എൻ്റെ തൊണ്ടയിൽ നിന്നും അറിയാതൊരു സൗണ്ട് പുറത്തേക്ക് വന്നു. ഐ ഹാഡ് നോട്ട് എക്സ്പെക്റ്റഡ് ദിസ്. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. ഞാൻ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല, നേരെ അകലേക്ക് അങ്ങ് നോക്കിയിരുന്നു. കാരണം കണ്ണുകളിലേക്ക് നോക്കാനുള്ള ആ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കണ്ണുകളിൽ നോക്കിയില്ല. സോ ഇഫ് യു ആർ അൺഏബിൾ ടു പേ ദ $15, അതുകൊണ്ട് നിനക്ക് ഈ $15 നൽകാൻ ഉള്ള കഴിവില്ല എങ്കിൽ, ഫോർ ദ ജാക്കറ്റിന് വേണ്ടി $15 നൽകാനുള്ള കഴിവില്ല എങ്കിൽ, അൺഏബിൾ ടു പേ ഇറ്റ്, അത് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ നെക്സ്റ്റ് വൺ ഇൻ ലൈൻ. അത് ഇതിൻ്റെ ലൈനിലുള്ള ഈ ക്യൂവിലുള്ള അടുത്തയാൾക്ക് കൊടുക്കും. ഐ ഡിഡ് നോട്ട് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ്. എനിക്കത് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആരാണെന്നത്, കാരണം അത് അവർക്കറിയാമായിരുന്നു. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി ഐ കുഡ് മാസ്റ്റർ. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി, എല്ലാ അന്തസ്സോടും കൂടി ഇതിങ്ങനെ കേട്ടുവന്നു. ഐ കുഡ് നോട്ട് മാസ്റ്റർ. ഐ കുഡ് മാസ്റ്റർ, എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ്. ഞാൻ എൻ്റെ വലിയച്ഛനോടൊന്ന് സംസാരിക്കുന്നതിനെ പറ്റി. സർ, ഞാൻ എൻ്റെ അച്ഛനോട് പറയട്ടെ, എൻ്റെ വലിയച്ഛനോട് പറയട്ടെ. ആൻഡ് ലെറ്റ് യു നോ ടുമോറോ. ഞാൻ നാളെ പറയാം, എൻ്റെ വലിയച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഐ ക്രൈഡ് ഓൺ ദ വേ ബാക്ക് ഹോം. ഞാൻ വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ഞാൻ കരഞ്ഞു. ഐ ക്രൗഡ് ഓൺ ദ വോക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോയത്. ദ ഡേർട്ട് റോഡ് വാസ് 1/4 മൈൽ ഫ്രം ദ ഹൈവേയിൽ നിന്നൊരു 1/4 കിലോമീറ്റർ പോയാലേ എൻ്റെ വീട്ടിലെത്തുകയുള്ളൂ.